ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കാക്കയങ്ങാട് പാലപ്പുഴയിലെ നിയുക്ത രാജേഷാണ്. നിയുക്തയാണ് കഴിഞ്ഞ ദിവസം +2 റിസൾട്ട് വന്നപ്പോൾ 1200 മാർക്കും വാങ്ങി ഉന്നതമായ വിജയം കരസ്ഥമാക്കിയത്. ബയോസയൻസിൽ പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിയുക്ത പഠിച്ചത്. നിയുക്തയുടെ വിശേഷങ്ങൾ ഇപ്പോൾ നമുക്ക് ചോദിച്ചറിയാം. നിയുക്ത, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഈ മികച്ച ഒരു നേട്ടം കൈവരിക്കാൻ ഏറ്റവും അധികം കൂടെ നിന്നവരാരാണ്? കൂടെ നിന്നത് എല്ലാവരും സപ്പോർട്ടീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛനായാലും അമ്മയായാലും എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. ടീച്ചർമാരായാലും എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും. അങ്ങനെ എല്ലാവരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുടുംബവും ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ടീച്ചേഴ്സും. എങ്ങനെയായിരുന്നു ഈ ഒരു പഠനത്തിന്റെ രീതി? ഇപ്പോൾ പലപ്പോഴും നമുക്ക് അറിയുന്നത് ഈ പുതിയ കാലത്തിന്റെ കുറെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗമുണ്ട്, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ നിന്ന് വേണം നമ്മൾ പുതിയ തലമുറ പഠിക്കാനും. അങ്ങനെ ഒരു പഠനത്തിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ഞാനും ഫോണെല്ലാം നല്ലോണം ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേങ്കിൽ പരീക്ഷയെല്ലാം വരുമ്പോൾ അതിൻ്റെ ഒരു ചൂടിൽ അന്നേരം അതിന് നല്ലോണം പഠിക്കും. അന്നേരം ഞാൻ അമ്മേനോട് പറയും, അമ്മ ഫോണവിടെ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് കൂട്ടം കൂടണേ, ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് പരീക്ഷേൻ്റെ ആ ഒരു ചൂടിൽ നല്ലോണം പഠിക്കും. ഈ ഒരു ബയോ സയൻസ് തിരഞ്ഞെടുക്കാൻ അത് എന്താണ് അതിന്റെ ഒരു പ്രചോദനം എന്താണ്? അങ്ങനെ എനിക്ക് സയൻസ് സബ്ജക്റ്റുകൾ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അതെടുത്തത്. പിന്നെ കൊമേഴ്സിനെ കുറിച്ച് എനിക്ക് അത്ര അറിയാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. പിന്നെ ചരിത്രം പഠിക്കാൻ അത്ര ഒരു താല്പര്യം തോന്നിയില്ല. സയൻസിനോട് കുറച്ചും കൂടി ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ സയൻസ് എടുത്തു. ഈ പഠനത്തെ നേരത്തെ പറഞ്ഞു എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിലെ ഒരു പ്രോത്സാഹനമാണ് ഏറ്റവും പ്രധാനം. അധ്യാപകരുടെ വലിയ പ്രോത്സാഹനം ഉണ്ടാകും, അതോടൊപ്പം തന്നെ വീട്ടിലുള്ള ഒരു സാഹചര്യവും കൂടി. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഏത് നിലയിൽ ഇതിനെ ഈ ഒരു പഠനത്തെ ഓരോ ദിവസത്തെയും പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്? അവരങ്ങനെ എന്നോട് ദിവസവും പഠിക്കാൻ ഫോഴ്സ് ചെയ്യൊന്നുമില്ല. അവർക്കറിയാം ഞാൻ പഠിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പഠിക്കുന്നുണ്ട്, അവർ മിണ്ടാണ്ട് ഇറങ്ങി ഒരു സൈഡിലായിട്ട് ഇരുന്നോളൂ. അത്രേ ഉള്ളൂ. ഈ നല്ല വിജയം കരസ്ഥമാക്കിയപ്പോൾ അധ്യാപകരൊക്കെ എന്ത് പറഞ്ഞു? അവരപ്പാട് റിസൾട്ട് അറിഞ്ഞപാട് ഇന്നലെ വൈകുന്നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം +1 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇവർ എൻ്റെ മാർക്ക് ഇങ്ങനെ നോക്കി ഇരിക്കലാന്ന്. അവർ ആദ്യം തന്നെ എൻ്റെ റിസൾട്ട് നോക്കി എല്ലാവരും വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. SSLCക്ക് എങ്ങനെയായിരുന്നു? നല്ല മാർക്ക് ഉണ്ടായിരുന്നു? എന്തായിരുന്നു അതിന്റെ ഒരു അവസ്ഥ? SSLCക്കും ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ പഠനം ഒരു പ്രത്യേക രീതിയിൽ നല്ല ഉയർന്ന മാർക്കോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ്. അതെ. അപ്പൊ ഇനിയിപ്പോ എന്താ മനസ്സിലുള്ള പദ്ധതി? ഇനി ഡിഗ്രിക്ക് പോകണം. അത് പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് നോക്കി നിൽക്കുന്നുണ്ട്. കീം എഴുതിയിട്ടുണ്ട്. ഇനി അപ്പോൾ അതിൻ്റെ കൂടി +2 മാർക്കും കൂടി കൂട്ടും. നിയുക്തയുടെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അമ്മ ഹരിതസേനയിലാണ്, ഈ വാർഡിൽ തന്നെയാണ്. പിന്നെ അച്ഛൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. അച്ഛന്റെ പേര് രാജേഷ്. അമ്മയുടെ പേര്? അമ്മേൻ്റെ പേര് സവിത. ഈ മറ്റാരെങ്കിലും അധ്യാപകരെ പേരെടുത്ത് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകർ അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണോ? എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹയർ സെക്കൻഡറി അല്ലാണ്ട് ഞാൻ പഠനത്തിൽ മാത്രം ഒതുങ്ങിയ ഒരാളായിരുന്നു. അതിലൊരു 8ാം ക്ലാസ്സിലെത്തിയം ഒരു ഗിരീഷ് കുമാർ എന്നൊരു സാറുണ്ടായിരുന്നു, നമ്മളെ പാലക്കന്നെ. അപ്പോൾ സാറ് തന്നെ ക്വിസ് മത്സരത്തിലെല്ലാം ഇറക്കിയിട്ട് അങ്ങനെ കുറേ ക്വിസിനെല്ലാം കൊണ്ടുപോയി. അന്നേരമാണ് എനിക്ക് GK കുറച്ചും കൂടി ഒരു വിവരം വന്നത്. പിന്നെ ഈ +1 +2 എത്തിയ ഏകദേശം എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതാണ്. ഇപ്പോൾ നിയുക്ത ഒരു എഴുത്തുകാരി കൂടിയാണ്. നിയുക്തയുടെ പുസ്തകമാണ്, കഥാസമാഹാരമാണ് എവിടെയാണ് നീ എന്നുള്ള ഈ പുസ്തകം. അപ്പോൾ ഇതിനകത്തെ ഒരു കഥ, എരിഞ്ഞണഞ്ഞ ഇതൾ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി, ഞാവൽ മരങ്ങളെയും നീലിമ പടർന്ന ആകാശത്തിനെയും സൂര്യനെയും പക്ഷികളെയും വരച്ചു കാട്ടിയ നദിയുടെ ചിത്രം പെട്ടെന്നൊന്ന് കലങ്ങി. വെള്ളത്തിൽ താഴ്ത്തിവെച്ചപ്പോൾ തൻ്റെ കാലുകൾ എത്രത്തോളം വലുതായിരിക്കുന്നുവെന്ന് ഇതൾ ശ്രദ്ധിച്ചു. അവൾ പുഞ്ചിരിച്ചു. നല്ല കഥകളാണെന്ന് തോന്നുന്നു. ഞാനിത് ഇപ്പോൾ കണ്ടത് മാത്രമാണ്. പക്ഷേ ഈ ഒരു കഥ വായിക്കുമ്പോൾ തന്നെ നല്ല ഒരു തുടക്കക്കാരിയായ നല്ലൊരു എഴുത്തുകാരി കൂടി നിയുക്തയിലുണ്ടെന്ന് തോന്നുന്നു. ഈ കഥയെഴുത്തിലേക്ക് വരണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? കഥ ഞാൻ അതിലുള്ള കഥയിൽ ചിലതെല്ലാം 9ാം ക്ലാസ് തൊട്ട് എഴുതിയ കഥകളുണ്ട്. അപ്പം അതെല്ലാം ഞാനിങ്ങനെ എൻ്റെ ഡയറിയിൽ തന്നെ എഴുതി വെച്ചതേ ഉള്ളൂ. അമ്മക്ക് പോലും അറിയില്ല ഞാൻ കഥ എഴുതലുണ്ടെന്ന്. പിന്നെ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടീസ് കണ്ടു, ഈ പെണ്ണിലം പബ്ലിക്കേഷൻ്റെ. അവരിങ്ങനെ കുട്ടികൾക്കെല്ലാം പൈസ കുറച്ചിട്ട് അങ്ങനെ എന്തെല്ലോ ചെയ്യുന്നത്. അന്നേരം ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് കഥ എഴുതിയിട്ടുണ്ട്, അയച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞ് അയച്ചു കൊടുത്തോ. എന്നിട്ട് അമ്മ അത്ര കാര്യമാക്കിയിട്ടില്ല. ഞാൻ അയച്ചു കൊടുത്ത് രാജേച്ചി എല്ലാം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് എന്നാൽ ബാക്കിയുള്ളതും കൂടി അയച്ചോ, നമുക്ക് പുസ്തകമാക്കാം. അന്നേരം പിന്നെയാണ് അമ്മ ഞാൻ അയച്ച ഓരോ കഥയും വായിച്ചത്.
എന്നോട് അമ്മ ചോദിച്ചു ഇതെല്ലാം നീ എഴുതി തന്നെയാണോ അമ്മ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ മറിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു തുടക്കക്കാരി എഴുതിയ കഥകൾ പോലെ തോന്നുന്നില്ല. ഒരു ഇരുത്തം വന്ന ഒരു എഴുത്തുകാരി അല്പം മുഴുവനായിട്ട് അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈ കഥയെഴുത്തിലേക്ക് വരാൻ ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ വായനയായിരിക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ള ജീവിതമായിരിക്കും. അങ്ങനെ എന്താണ് പ്രചോദനം? ഈ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ, മറ്റെഴുത്തുകാരെ വായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ, അതല്ല ചുറ്റുമുള്ള ജീവിതങ്ങളെ കാണുന്നതിന്റെ ഭാഗമായിട്ടോ? എങ്ങനെയാണ് നിയുക്ത ഒരു എഴുത്തുകാരി കൂടിയായത്? ഞാൻ പണ്ടൊന്നും അത്ര വായിക്കുന്ന ഒരാളല്ല. ഇപ്പിപ്പാന്ന് ഇവിടെ പോയിട്ട് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തിട്ട് വായിക്കും. പിന്നെ എനക്ക് എന്ത് കണ്ടാലും അത് എഴുതി വെക്കാനുള്ള ഒരു സ്വഭാവമുണ്ട്. പിന്നെ അമ്മയും പണ്ട് എഴുതുമായിരുന്നു കോളേജിലെല്ലാം പഠിക്കുമ്പോൾ. ആ ഒരു കഴിവാന്ന് തോന്നുന്നേ. അല്ല എനിക്ക് പ്രത്യേകിച്ച് കാരണം തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിങ്ങനെ കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് എഴുതാൻ ഒരാൾക്ക് വായിക്കുന്ന തരത്തിൽ എഴുതാൻ എനിക്ക് തോന്നലുണ്ട്. അങ്ങനെ പുതിയ ഈ കഥാകൃത്തുക്കളുടെ കഥകൾ വായിക്കാറുണ്ടോ? ഞാനിപ്പം ഇപ്പൊ കുറച്ചായി വായിക്കാതെ. കഴിഞ്ഞ വെക്കേഷനിൽ എടുത്തിട്ട് പാലപ്പുഴ ലൈബ്രറി ഉണ്ട്, അവിടുന്ന് വായിക്കലുണ്ട്. ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ എവിടെയാണ് നീ എന്ന് പറയുന്ന കഥാസമാഹാരം ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചതും അതുപോലെ തന്നെ ഇത് പുസ്തകം ഇറക്കുന്നതിന് വേണ്ടി കൂടെ നിന്നതും ആരൊക്കെയാണ്? അത് അമ്മ തന്നെയാണ് കൂടുതൽ നിന്നിട്ടുള്ളത്, അമ്മയും അച്ഛനും. കാരണം അതിന്റെ പൈസ ചെലവെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം പൈസേൻ്റെ എല്ലാം പറഞ്ഞ പിന്നെ ഞാൻ വിചാരിച്ചേ എന്തായാലും പുസ്തകം ആക്കൂല, അങ്ങനെ തന്നെയാ വിചാരിച്ചേ. പിന്നെ അമ്മ പറഞ്ഞു എന്തായാലും എഴുതിയതല്ലേ, ഇതെല്ലാം നമുക്ക് എല്ലാവരും അറിയിക്കണ്ടേ, അപ്പോൾ അങ്ങനെ പുസ്തകമാക്കി. പിന്നെ ഞാൻ എഴുതുമെന്ന് പറഞ്ഞേരം ഈ നാട്ടിലുള്ളവർക്കായാലും ടീച്ചർമാർക്കായാലും ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ എഴുതുമെന്ന് ആർക്കും അറിയില്ല. അന്നേരം ചില മാഷന്മാരെല്ലാം ചോദിച്ചിട്ടുണ്ട് നീ എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട് എന്നോട്. എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു ഞാൻ എഴുതുമെന്ന് പറഞ്ഞേരം. ഇപ്പൊ ഈ റിസൾട്ട് വന്നതിന് ശേഷം നാട്ടുകാരൊക്കെ നല്ല അഭിനന്ദനം അറിയിച്ചു. എല്ലാവരും ഇതിലോട്ട് പോകുമ്പോഴെല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നാ സന്തോഷമായില്ലേ, എല്ലാവരും വിളിക്കുന്നുണ്ട്. തീർച്ചയായും ഈ നിയുക്തയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകിച്ചും പഠനത്തിലും അതോടൊപ്പം തന്നെ എഴുത്തിലും കുറച്ചുകൂടി നല്ല നിലയിൽ ഉയരാൻ കഴിയട്ടെ എന്നുള്ള ആശംസ ഞങ്ങളും അറിയിക്കുകയാണ്. അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കാനോ കഥ എഴുതാനോ പദ്ധതിയുണ്ടോ? സമയം കിട്ടിയാൽ എഴുതും. അങ്ങനെ അപ്പോൾ നിയുക്തയുമായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയുക്തയുടെ അച്ഛൻ സ്ഥലത്തില്ല, ജോലിക്ക് പോയിരിക്കുന്നു, അമ്മ പുറത്ത് പോയിരിക്കുന്നു, നിയുക്തയുമാണ് വീട്ടിലുള്ളത്. നിയുക്തയ്ക്ക് ഒരു അനുജത്തി കൂടിയുണ്ട്. എന്താ അനുജത്തിയുടെ പേര്? നക്ഷത്ര. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നക്ഷത്രയുണ്ട്. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവിയിൽ പഠനത്തിൻ്റെ വഴിയിലും എഴുത്തിൻ്റെ വഴിയിലും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. എവിടെയാണ് നീ? പുലരിയെ വരവേൽക്കുന്ന അവസരം. പക്ഷികളുടെ കലപില ശബ്ദവും അടുത്തെവിടെയോ തെളിഞ്ഞൊഴുകുന്ന തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്കും ഇലകളിലൂടെ ഊർന്നൊഴുകുന്ന മഞ്ഞിൻ മുത്തുകളും ആ പുലരിയെ സൗന്ദര്യമയമാക്കി. പുൽമെത്തയിലൂടെ നടന്ന് അവളും പുലരിയുടെ ആ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നു. തണുത്ത ഇളങ്കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറക്കുന്നു. ചുണ്ടിലെ അഴകിന് ഭംഗി കൂട്ടാനെന്നോണം അവളുടെ പുഞ്ചിരി അവിടമാകെ പരക്കുന്നു. അവളുടെ കരിനീല കണ്ണുകൾ അവിടെ എല്ലായിടത്തും വ്യാപിക്കുന്നു. എന്തിനെന്നറിയാതെ ഒരിളം കാറ്റ് അതിലൂടെ ചുറ്റിത്തിരിയുന്നു. കാലത്ത് ട്യൂഷൻ ക്ലാസ്സിന് പോവുകയായിരുന്നു അവൻ. കയ്യിൽ അവൻ ഒട്ടും താല്പര്യമില്ലാത്ത സയൻസിന്റെയും കണക്കിന്റെയും പുസ്തകവും അവന്റെ പെന്നും. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളതും ഇഷ്ടപ്പെടുന്നതുമായ ഒരാളായിരുന്നു അവൻ. അതിനാൽ തന്നെ അവന്റെ പാന്റിന്റെ പോക്കറ്റിൽ എന്നും ഒരു പേപ്പർ കഷ്ണം ഉണ്ടാവും.